ഐ ലീഗിൽ നിന്ന് ISLലേക്ക് ആര് എൻട്രി നേടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഐ ലീഗിലേക്ക് ആര് എൻട്രി നേടുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. രണ്ട് ടീമുകൾ ഇതിനോടകം തന്നെ പ്രൊമോഷൻ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് ഹാർബർ FC ആണ്. ബംഗാൾ ബേസ് ചെയ്തിട്ടുള്ളൊരു ടീമാണ്. അവരാണ് ഇത്തവണത്തെ ഐ ലീഗ് 2 വിൻ ചെയ്യുന്നത്. അവരുടെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. കാരണം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ മാത്രമാണ് ഐ ലീഗ് 3യിലേക്ക് എത്തിയത്. അവിടെ ഐ ലീഗ് 3യിലെ ചാമ്പ്യൻസ് ആയിട്ട് ഇത് ഐ ലീഗ് 2യിലേക്ക് എത്തുന്നു. ആദ്യ സീസൺ തന്നെ ഐ ലീഗ് 2യിലെയും ചാമ്പ്യൻസ് ആയിട്ട് ഐ ലീഗിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ ഐ ലീഗിന്റെ ചാമ്പ്യൻസ് ആയിട്ട് ISLലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിശീലകനായിട്ടുള്ളത് കിബു വിക്കൂണയാണ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന്റെ ഒക്കെ പരിശീലകനായിരുന്നു അദ്ദേഹം. കിബു വിക്കൂണയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഐ ലീഗ് 3, ഐ ലീഗ് 2, ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു പരിശീലകനാണ് കിബു വിക്കൂണ. മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ 4 ടയറുകളിലും ക്ലബ്ബുകളെ പരിശീലിപ്പിക്കാൻ മറ്റൊരു വിദേശ കോച്ചിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ജോബി ജസ്റ്റിൻ, മുഹമ്മദ് റാഷിദ്, ഗിരിക് ഘോഷ്ല എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് സുപരിചിതരായിട്ടുള്ള ചില താരങ്ങളും മറ്റു ചില താരങ്ങളും ഒക്കെ അടങ്ങിയതായിരുന്നു ഡയമണ്ട് ഹാർബർ FCയുടെ ഒരു നിര എന്ന് പറയുന്നത്. രണ്ടാമതെത്തി ഫിനിഷ് ചെയ്ത് പ്രൊമോഷൻ ഉറപ്പാക്കിയത് ചാൻമരി FC എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാൾ ബേസ് ചെയ്തുള്ള ക്ലബ്ബാണ്. എന്താണെങ്കിലും ഐസ്വാളിൽ നിന്ന്, മിസോറാമിൽ നിന്ന് ഓൾറെഡി ഒരു ക്ലബ്ബ് ഐ ലീഗിൽ കളിക്കുന്നുണ്ട്, ഐസ്വാൾ FC. അപ്പം ഇനി എന്താണെങ്കിലും ഒരു മിസോ ഡെർബി അല്ലെങ്കിൽ ഒരു ഐസ്വാൾ ഡെർബി നമുക്ക് ഐ ലീഗിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓൾറെഡി അവർ റൈവൽസ് ആയിട്ട് നിൽക്കുന്ന ടീം തന്നെയാണ്. ദീപൻ കുമാർ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സുപരിതരായിട്ടുള്ള താരങ്ങൾ എന്ന് പറഞ്ഞാൽ പോൾ എന്ന് പറഞ്ഞ മുമ്പ് ഒഡീഷ FC കളിച്ചിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമുണ്ട്. അതുപോലെ സെനാറാൾട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പ് ISL ഡിഫറെൻറ്റ് ക്ലബ്സിലൊക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വെറ്ററൻ പ്ലെയർ ആണ്. അദ്ദേഹം ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മിക്കവരും പുതുമുഖങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അവരുടെ ഒരു അക്കാഡമി ലെവലിൽ നിന്നൊക്കെ വന്ന പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു റെലഗേഷൻ ബാറ്റിൽ 9 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഒരു മത്സരം കൂടി അവശേഷിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴേക്കാണ് ഇവർ പ്രൊമോഷൻസ് ഉറപ്പാക്കുന്നത്. റെലഗേഷൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. ഇപ്പം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്പൂർ ബേസ് ചെയ്തുള്ള ടീം റെലഗേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ടീമും കൂടി റെലഗേറ്റ് ആകും. അത് ട്രൗ FCയോ അല്ലെങ്കിൽ നെറോക്ക FC ഇതിലേതെങ്കിലും ഒരു ടീമായിരിക്കും. ഓൾറെഡി മണിപ്പൂർ ക്ലബ്ബാണ് റെലഗേറ്റ് ആയത്. ഇനി റെലഗേഷൻ സാധ്യതയുള്ളതും ഒരു മണിപ്പൂർ ക്ലബിനാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ ട്രാവും നെറോക്കയും തമ്മിലാണ് അവസാനത്തെ മത്സരം കളിക്കുന്നത്. ആ ഒരു മത്സര ഫലമായിരിക്കും റെലഗേഷൻ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ കളിച്ചിരുന്ന 2 ടീമുകളാണ്. അവർ റെലഗേറ്റ് ആയിട്ടാണ് ഐ ലീഗ് 2ലേക്ക് വരുന്നത്. അവിടുന്ന് ഒരു റെലഗേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഡയമണ്ട് ഹാർബർ FCയുടെ കുതിപ്പ് പറയുമ്പോൾ ഇവരുടെ കിതപ്പിനെ പറ്റി നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ സാറ്റ് തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള, മലപ്പുറത്ത് നിന്നുള്ള ഒരു ക്ലബ്ബും ഐ ലീഗ് 2ൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്താണെങ്കിലും പ്രൊമോഷൻ നേടിയെടുക്കുന്നില്ലെങ്കിലും റെലഗേഷനിൽ നിന്നൊക്കെ സേഫ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അടുത്ത സീസണിലും അവർക്ക് ഐ ലീഗ് 2ൽ തന്നെ കളിക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐ ലീഗിൽ ഇത്തവണ 12 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ടീമിന് എന്താണെങ്കിലും പ്രൊമോഷൻ കിട്ടും, 2 ടീമുകൾ റെലഗേറ്റ് ആകും. അപ്പോൾ 9 ടീമുകളായിട്ട് ചുരുങ്ങും. പക്ഷേ ഇവിടുന്ന് ആകപ്പാട് 2 ടീമിന് മാത്രമല്ലേ പ്രൊമോഷൻ ഉള്ളൂ. ISL നിന്ന് റെലഗേഷനും ഇല്ല. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ 11 ടീമായിട്ട് കുറയുമോ എന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ സീസൺ 13 ആയിരുന്നു, കഴിഞ്ഞ സീസൺ 12 ആയി. ഇതെന്ത് ടീമുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല ഗെയ്സ്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.